ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൽ ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളടുത്ത് പറയുന്നത്. വളരെ ഡിഫറെൻ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിന് 2 കപ്പ് കൈമാ റൈസാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കപ്പിലെ ചെറിയ കപ്പാണ് കേട്ടോ, 2 കപ്പാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു വലിയ സവാള, പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, ഇത്തിരി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഇതിന് ഞാൻ 4 ഗ്രീൻ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് 2 എണ്ണം കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ഇത്തിരി എരിവ് കുറവായിട്ട് കുട്ടികൾ കഴിക്കുന്നുണ്ട്, ഇത്തിരി അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് കോക്കനട്ട്, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കേർഡ്. ഇത് ഞാൻ ഇംഗ്ലീഷിലും കൂടെ പറയുന്നത് പുറത്തുള്ളവർക്ക് അറിയാനാണ്. അപ്പോൾ തേങ്ങയും കശുവണ്ടിയും കുറച്ച് കേർഡും തൈരുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്പൈസസ് ആണ്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ പുതിന കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എന്നിട്ട് ഇതാ ഞാനൊരു വെള്ളം 2 കപ്പ് വെച്ചിട്ടാണ്, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ വെള്ളം ചൂടാക്കിയെടുത്താണ് വെക്കുന്നത് ഇത്. അപ്പം 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് 2 കപ്പ് അരിക്ക്. പിന്നെ ഒരു വലിയ പാൻ അടുപ്പത്തിൽ വെച്ചിട്ട് ആ കുക്കറിൽ തന്നെയാണ് അങ്ങ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ പണി നടക്കാൻ വേണ്ടിയിട്ടല്ലേ 2 സ്പൂണും ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വലിയ സ്പൂൺ തന്നെ എണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. ഞാനിതിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോളാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ആദ്യം ഇതിനകത്ത് ആവശ്യത്തിനുള്ള സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, കുറച്ച് സ്റ്റാർ അനസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഏലക്കയും കൂടെ ഇട്ടു കേട്ടോ. ആ കാർഡമൻ്റെ സ്മെല്ലും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാണാനുള്ള ഭംഗിയേക്കാണ് ഇങ്ങനെ നന്നായിട്ട് ടേസ്റ്റ് കിട്ടാറുണ്ട്. ആ വലിയ സവാള ഞാൻ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് അരയ്ക്കാനുള്ളതാണ്. ആ കാഷ്യൂനട്ടും ആ തേങ്ങയും കൂടെ കുറച്ച് ആ തൈരൊഴിച്ച് അങ്ങനെ തന്നെ അരയ്ക്കുന്നത്. അതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഞാനങ്ങ് ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചാക്കി ഇതിനൊരു പേസ്റ്റ് രൂപത്തിൽ എടുത്ത് വെച്ചിരിക്കാറുണ്ട്. എന്നിട്ട് ആ 4 പച്ചമുളക് ഞാനൊന്ന് മിക്സിയിൽ പ്രത്യേകം തന്നെ ചതയ്ക്കുന്നത് കേട്ടോ, ഒരുമിച്ച് ഇടാറില്ല. പ്രത്യേകം ചതച്ച ആ പച്ചമുളക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടാം കേട്ടോ. നല്ല എരിവാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ ബിരിയാണി ഒരു സ്നാക്ക് സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. എപ്പോഴും കഴിക്കാനായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ജിഞ്ചർ ഗാർലിക്ക് ഞാനൊന്ന് നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് മൂപ്പിക്കുക. ആ മണം വരുന്നത് പോലെ അതങ്ങ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് അത്രയും തന്നെ അതിലേക്ക് ഇട്ടതാണ്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഉപയോഗിക്കാറില്ല. വെച്ചാൽ ഇതൊരു വൈറ്റ് ഷെയ്ഡിൽ തന്നെ ആയിരിക്കും. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. വളരെ ഈസിയാണ്, എന്നാൽ ഒത്തിരി ടേസ്റ്റുമാണ്. ഞാൻ ആ പുതിന ഇലയുടെ പകുതി എടുത്ത് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇട്ട് ഇതിൻ്റെ കൂടെ വഴറ്റുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. ഈ സമയത്ത് നമ്മളൊന്ന് ഇടുമ്പോൾ അത് പല കറികൾക്കും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. സവാളയുടെ ഒപ്പം തന്നെ അതും കൂടെ എന്നിട്ട് വഴറ്റുമ്പോൾ ആ കറിയൊന്ന് നല്ല ടേസ്റ്റ് ആവാറുണ്ട്. അവസാനം നമ്മൾ വെറുതെ ഡെക്കറേഷൻ ഇടുന്നത് പോലെ അല്ലാതെ ഇതാ പ്രോൺസ് വൃത്തിയാക്കി വെച്ചത് അതും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. ഏത് ടൈപ്പ് പ്രോൺസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ പുറം രാജ്യത്തൊക്കെ പോകുമ്പോൾ വലിയ ഷ്രിമ്പാണ് അവിടെ കിട്ടുന്നത്. അതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിടും ഞാൻ. ഇത് ആ അരച്ച് വെച്ച തൈരും ആ കശുവണ്ടിയും ആ തേങ്ങയും കൂടെ അരച്ചതാണ് ഞാൻ അതിലേക്കിട്ട് അതും കൂടെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും അതൊന്ന് വറ്റി ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഒരു ഫ്ലേവറോടുകൂടി ആ പ്രോൺസിൽ പിടിക്കുകയും ചെയ്യും. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രോൺസിലേക്ക് ഈ എരിവും ഈ മണവും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിനകത്ത് ബാക്കിയുള്ള ചേരുവകളായിട്ടുള്ള അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിൻ്റെ എല്ലാം പടപടേ ചെയ്ത് തീർക്കാം. 10 മിനിറ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. കുക്കറിനകത്ത് ചെയ്തെന്ന് വെച്ചാലും നമുക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല. ഒറ്റ പാത്രം കഴുകണതുകൊണ്ട് നമ്മളെ പണി മൊത്തം കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ഞാൻ ശരിക്കും ഈ മസാല പോലും ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഇത് ബിരിയാണി വെക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ആവശ്യാനുസരണം അങ്ങനെ ചെയ്യും. 2 കപ്പ് അരിക്ക് 4 കപ്പ് അളന്ന് വെള്ളം ചൂടാക്കിയാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആ വെള്ളം ഇതൊക്കെ ആയിട്ട് ചൂടായോടുകൂടി കിട്ടുമ്പോൾ അത് കുക്കിംഗ് ഇതും നന്നായിട്ട് ആ ചോറൊക്കെ കറക്റ്റായിട്ട് കുഴയാതെ കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. ഞാൻ ഈ സമയത്ത് ഇത്തിരി കൂടെ ഒന്ന് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അടുക്കി പിടിക്കാതൊക്കെ ഇരിക്കാനും ആ ഫ്ലേവർ തന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ അത് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് ഞാനൊന്ന് വെറുതെ 1 സ്പൂണോ 2 സ്പൂണോ അത് നമ്മുടെ ഇഷ്ടാനുസരണം കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് കുക്കർ മൂടി വയ്ക്കും. സിമ്മിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അടുപ്പ് അണയ്ക്കാറുണ്ട് കേട്ടോ. സിമ്മിൽ തന്നെ ഇടുന്നത്.
ചിലപ്പോൾ ഒരു ആവി അങ്ങ് വന്നെന്നിരിക്കും, എന്നും പറഞ്ഞ് കുഴപ്പമില്ല. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പ്രോൺസ് ബിരിയാണി. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിലുണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിന് കുറേ ഫാൻസ് ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിന്. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഈസി മെത്തേഡായിരിക്കും. താങ്ക് യു.